ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഇലക്ട്രോൺ കോളേജ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പുതിയൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ പുതിയ ടോപ്പിക്കിൻ്റെ പേര് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് അവർ ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അപ്പോൾ ആംപ്ലിഫയേഴ്സിൻ്റെ കുറച്ച് ക്ലാസിഫിക്കേഷൻസ് ഉണ്ടല്ലോ നമ്മുടെ കപ്ലിങ്ങിൻ്റെ, ആ ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ആംപ്ലിഫയേഴ്സ് എന്താണെന്ന് നോക്കാം. Your classification of amplifiers are like this. The transistor amplifiers may be classified in several ways, such as on the basis of the output. Similarly, your frequency range of operation, your input, coupling methods, and your mode of operation. ഇങ്ങനെ പല ടൈപ്പ് classification ഉണ്ട്. Okay, on the basis of your output, the amplifiers may be classified as voltage and power amplifiers. Okay, നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ബേസിസിലുള്ള നമ്മുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഇതൊക്കെ. വോൾട്ടേജ് ആംപ്ലിഫയറും അതുപോലെ നമ്മൾ പറയാറുള്ള പവർ ആംപ്ലിഫയറും. ഓക്കെ, അപ്പോൾ അത് ഓർക്കുക. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഓപ്പറേഷൻ. അപ്പോൾ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് ഓപ്പറേഷനിൽ ദ ആംപ്ലിഫയേഴ്സ് മേ ബി ക്ലാസിഫൈഡ് ആസ് DC ആംപ്ലിഫയേഴ്സ്, അതുപോലെ ഓഡിയോ ഫ്രീക്വൻസി AF ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഓഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയേഴ്സ്, അതുപോലെ നമ്മൾ റേഡിയോ ഫ്രീക്വൻസി RF ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അങ്ങനെ വി ആർ ഹാവിങ് 3 റേഞ്ചസ്: DC ആംപ്ലിഫയർ, ഓഡിയോ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി. ഈ ഓഡിയോ ഫ്രീക്വൻസിൻ്റെ ഒക്കെ വാല്യൂ ഓർത്ത് വെച്ചോട്ടാ. 20 Hz മുതൽ 20 kHz വരെയാണ്. റേഡിയോ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഫ്യൂ kHz മുതൽ MHz വരെ റേഡിയോ ഫ്രീക്വൻസി പോകും. ഓക്കെ, ഇതിൻ്റെ അടുത്ത ബേസ് ഓഫ് ക്ലാസിഫിക്കേഷനാണ് ഓൺ ദ ബേസ് ഓഫ് ഇൻപുട്ട്. നേരത്തെ ഔട്ട്പുട്ട് ആയിരുന്നു പറഞ്ഞത്, ഇതെന്താണ് ഇൻപുട്ടിന് പ്രകാരം ദേ മേ ബി ക്ലാസിഫൈഡ് ആസ് സ്മോൾ സിഗ്നൽ ആംപ്ലിഫയേഴ്സ്, അതുപോലെ ലാർജ് സിഗ്നൽ ആംപ്ലിഫയേഴ്സ്. ഓക്കെ, ഇതൊക്കെ ഓരോ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷനാണ്. എല്ലാം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പൊക്കോ. ഓക്കെ, ഇൻപുട്ടിൻ്റെ സമയത്ത് സ്മോളും ലാർജ് സിഗ്നലും. അടുത്ത ഓൺ ദ ബേസ് ഓഫ് കപ്ലിംഗ് മെത്തേഡ്സ്. കപ്ലിംഗ് മെത്തേഡ്സിൻ്റെ മെത്തേഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ മേ ബി RC കപ്പിൾഡ് ആംപ്ലിഫയർ, ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ, LC കപ്പിൾഡ് ആംപ്ലിഫയർ, ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയേഴ്സ്, ഇങ്ങനെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ഈ കപ്ലിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ കൂടുതലും ഈ യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അടുത്തത് ഓൺ ദ ബേസിസ് ഓഫ് മോഡ് ഓഫ് ഓപ്പറേഷൻ അനുസരിച്ചാണ് നമ്മൾ പറയാറുള്ളത് ഏതൊക്കെ. ക്ലാസ് A ഉണ്ട്, ക്ലാസ് B ഉണ്ട്, ക്ലാസ് AB, ക്ലാസ് C. ഓക്കെ, ഇത് നമ്മൾ അടുത്തൊരു ടോപ്പിക് പോലെയാണ് ഡിസ്കസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം നമ്മൾ ഈ കപ്ലിംഗ് മെത്തേഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ദെൻ വി വിൽ ഡിസ്കസ് വാട്ട് ഈസ് ഡിസ്റ്റോർഷൻ. ആംപ്ലിഫയർ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഡിസ്റ്റോർഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ചേഞ്ച് അല്ല ആക്ച്വലി. ഓക്കെ, അപ്പോൾ ദ ചേഞ്ചസ് ഇൻ ദ വേവ് ഫോം may take place in addition to the increase in amplitude. ഓക്കെ, ആംപ്ലിഫയറിൻ്റെ മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ ആംപ്ലിറ്റ്യൂഡിൻ്റെ ഇൻക്രീസ് ആണ്. ശരിയാണല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഐഡിയൽ കണ്ടീഷനിൽ എന്താണ്, നമ്മൾ ഒരു ഇൻപുട്ട് സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ വേവ് ഫോമും കിട്ടണം, അതോടൊപ്പം കുറച്ചൊരു ആംപ്ലിഫിക്കേഷനും നടത്തണം. എവിടെ? നമ്മുടെ ഔട്ട്പുട്ട് സിഗ്നലിൽ. ശരിയാണല്ലോ. അപ്പോൾ ഔട്ട്പുട്ട് സിഗ്നൽ ഒരു ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഐഡിയൽ കണ്ടീഷനായിട്ടേ പറയാൻ പറ്റുള്ളൂ. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ഐഡിയൽ കണ്ടീഷൻ അല്ല സംഭവിക്കുന്നത്. പ്രാക്ടിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ വിൽ ബി ചേഞ്ചസ് ഇൻ ദിസ് വേവ് ഫോം. ഓക്കെ, ഈ വേവ് ഫോമിൽ കുറച്ച് ചേഞ്ചസ് നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. ആ ചേഞ്ചിനെയാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഡിസ്റ്റോർഷൻ എന്ന് പറയുന്നത്. അല്ലേ, ഇറ്റ് ഈസ് അൺഡിസൈറബിൾ ആണ്. കാരണം ഇറ്റ് മേ ചേഞ്ച് ദ ഇൻ്റലിജൻസ് ക്യാരിഡ് ബൈ ദ സിഗ്നൽ. ഓക്കെ, അൺഡിസൈറബിൾ സാധനമാണ് നമുക്ക് ഓൾറെഡി അറിയാം. അല്ലേ, അപ്പം അതിനെക്കുറിച്ച് ജസ്റ്റ് ഒരു ചെറിയൊരു ഫിഗർ പോലെ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ആംപ്ലിഫയർ എങ്കിൽ, if this is amplifier, we are giving an input signal. ഓക്കെ, ഇത് ഇൻപുട്ട് ആണെങ്കിൽ നമ്മളുടെ ഔട്ട്പുട്ടിൽ എന്താ വരിക, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുറച്ചും കൂടി ആംപ്ലിഫൈ ചെയ്തിട്ടുള്ളൊരു സാധനമായിരിക്കും നമ്മൾ എക്സ്പെക്ട് ചെയ്യുക. പക്ഷേ ഇവിടെ എന്താ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് വരും, പക്ഷേ ഇവിടെ കുറച്ച് ഇങ്ങനെ ഡിസ്റ്റോർഷൻസ് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യും, ഹാപ്പൻ ചെയ്യും. മനസ്സിലായില്ലേ? ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്, ഡിസ്റ്റോർഷൻ എന്നും പറഞ്ഞ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ 3 ബേസിക് ടൈപ്പ് ഓഫ് ഡിസ്റ്റോർഷനാണ് നമ്മുടെ കയ്യിലുള്ളത്. അതാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഡിസ്റ്റോർഷൻ, ഫ്രീക്വൻസി ഡിസ്റ്റോർഷൻ, അതുപോലെ ഫേസ് ഡിസ്റ്റോർഷൻ. ഓക്കെ, നമ്മൾ ഡിസ്റ്റോർഷൻ അങ്ങനെ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഇങ്ങനത്തെ ഒരു 3 ടൈപ്പ് ഉണ്ട് എന്ന് ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, ഫൈൻ. നെക്സ്റ്റ് നമ്മളൊരു ഫ്രീക്വൻസി റെസ്പോൺസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒരു ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഫ്രീക്വൻസി റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ആക്ച്വലി ദ ഗ്രാഫ് ബിറ്റ്വീൻ ദ വോൾട്ടേജ് ഗെയിൻ വേഴ്സസ് നമ്മുടെ ഇൻപുട്ട് ഫ്രീക്വൻസി. ഓക്കെ, അപ്പോൾ എത്രമാത്രം ഇൻപുട്ട് ഫ്രീക്വൻസി നമുക്ക് വോൾട്ടേജ് ഗെയിൻ ഒബ്റ്റെയിൻ ചെയ്യുന്നു, അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചെക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ ജസ്റ്റ് ഒരു ഫിഗർ ഞാനൊന്ന് ഫിഗർ ഔട്ട് ചെയ്യാം. അപ്പോൾ ദിസ് വിൽ ബി യുവർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞല്ലോ, ഫ്രീക്വൻസി ഹെഡ്സിലുള്ള ഫ്രീക്വൻസി
ദെൻ നെക്സ്റ്റ് ദിസ് വിൽ ബി യുവർ വാട്ട്, ദിസ് വിൽ ബി യുവർ പവർ ഔട്ട് അല്ലെങ്കിൽ വി ഔട്ട് എന്ന് പറയാം അല്ലേ. വോൾട്ടേജ് ഗെയിൻ ഇൻ ഡെസിബൽ ആണ്, ഇൻ ഡെസിബൽ. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഒരു ലോഗ് സ്കെയിലായിരിക്കും. ഇവിടെ ഡെസിബൽ ആകുമ്പോൾ ഇവിടെ ലോഗ് സ്കെയിലാണ് വരിക. അപ്പോൾ ഓക്കെ, ഈ ഒരു ടൈപ്പ് ഓഫ് ഫിഗറാണ് വരിക. ഓക്കെ, ഇതൊക്കെ സ്ട്രെയിറ്റ് ലൈൻ ആണ് കേട്ടോ. ഓക്കെ, അപ്പം ഇവിടെ ഉണ്ടാകുന്ന ഈ ഫിഗറിൽ വി ക്യാൻ റെപ്രസെൻറ്റ് ദിസ് ആസ്, ഇവിടെ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ പഠിക്കാനുണ്ട്. ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്, നമുക്ക് നോക്കാം. ഇത് 0 dB കേട്ടോ, ഇത് -3 dB, ഇതൊരു -10 പറയാം, ഇതൊരു -20 പറയാം. ഓക്കെ, സിമിലർലി വി ആർ ഹാവിങ് 2 പോയിൻറ്റ്സ്. ഈ പോയിൻറ്റിന് എ എന്നും പറയും, ഇതെന്താണ് ബി യു ആണ്. ഓക്കെ, അപ്പം ഇവിടെ ഇതാണ് എ, ദിസ് ഈസ് യുവർ ബി. 2 പോയിൻറ്റ്സ് ഉണ്ട്. ഓക്കെ, വി ആർ റെപ്രസെൻറ്റിംഗ് ദിസ് ആസ് F1 ആൻഡ് F2. ഓക്കെ, നമ്മൾ മുന്നേ ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ബാൻഡ് വിഡ്ത്ത് എന്താണെന്നല്ലേ. ശരി, ബാൻഡ് വിഡ്ത്ത് എന്താ, ഈ 2 ഫ്രീക്വൻസിൻ്റെ ഇടയിലുള്ള ഡിഫറൻസ് അല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്, ബാൻഡ് വിഡ്ത്ത്. ദിസ് ഈസ് യുവർ ബാൻഡ് വിഡ്ത്ത്. ഓക്കെ, അപ്പം നമ്മൾ പറയുന്നത് ഇതിനെ പറയുന്ന പേരാണ് മിഡ് ഫ്രീക്വൻസി പവർ അല്ലെങ്കിൽ വോൾട്ടേജ് ലെവൽ. ഓക്കെ, ഈ നടുവിലുള്ള സാധനം. ഓക്കെ, മിഡ് ഫ്രീക്വൻസി പവർ ഓർ വോൾട്ടേജ് ലെവൽ. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ഈ ഫിഗറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പോയിൻറ്റ്സ് ആണ് പഠിക്കുന്നത്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആണ്, ക്വസ്റ്റ്യൻസ് വരാറുള്ള ഏരിയ ആണ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ചെറിയ ചെറിയ പോയിൻറ്റ്സ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അറ്റ് ലോ ഫ്രീക്വൻസീസ്. ഓക്കെ, അറ്റ് ലോ ഫ്രീക്വൻസീസ് അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് വോൾട്ടേജ് ഗെയിൻ്റെ ഒരു ഇത് ചെറിയൊരു ബ്രീഫിങ് തരുവാണെങ്കിൽ, വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ എ സി ആംപ്ലിഫയർ മാക്സിമവും അതുപോലെ തന്നെ പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റും ആവുന്നത് ഏത് ഏരിയയിലാണ്? അതായത് മാക്സിമം ആണ് അറ്റ് ദ സെയിം വോൾട്ടേജ് ഗെയിൻ, മാക്സിമം ആണ് അറ്റ് ദ സെയിം ടൈം പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ്. അത് ഈ ഏരിയയിലാണല്ലോ. ഓക്കെ, അതായത് അത് മിഡ് ഫ്രീക്വൻസി റേഞ്ചിലാണ് ഈ പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റും അതുപോലെ മാക്സിമം വരുന്നത്. പക്ഷേ ഇത് എന്ത് ചെയ്യും, ഫോളോ ഓഫ് ചെയ്യും എവിടെയൊക്കെ, ഈ ലോ ലെവലിലും അതുപോലെ ഹൈ ഫ്രീക്വൻസി. ഇത് ലോ ഫ്രീക്വൻസി ആണല്ലോ, ഇത് ഹൈ ഫ്രീക്വൻസി ആണല്ലോ. അപ്പോൾ ഈ ലോ ഫ്രീക്വൻസി സൈഡിലും ഈ ഹൈ ഫ്രീക്വൻസി സൈഡിലും നമ്മുടെ വോൾട്ടേജ് ഗെയിൻ ഫോളോ ഓഫ് ചെയ്യും. ഇറ്റ് വിൽ ബി ഫോളോ ഓഫ് ചെയ്യുന്ന ഡിക്രീസ് ചെയ്യും. ഓക്കെ, ഇറ്റ് വിൽ ബി മാക്സിമം ഇൻ ദിസ് മിഡ് ഫ്രീക്വൻസി റേഞ്ച് അല്ലെങ്കിൽ നമ്മൾ ഈ മിഡിൽ റേഞ്ചിലാണ് മാക്സിമം. അതുപോലെ ഇറ്റ് വിൽ ബി പ്രാക്ടിക്കലി കോൺസ്റ്റൻറ്റ്. അത് നമുക്ക് ഈ ഫിഗറിന് അനലൈസ് ചെയ്യാമല്ലോ. ഓക്കെ, ഇനി ബാക്കി പറയാം. അപ്പോൾ ലോ ഫ്രീക്വൻസി ഹൈ ഫ്രീക്വൻസി എന്താണെന്ന് ഞാൻ പറയുമ്പോൾ അതിന് മുന്നോടിയായിട്ട് പറഞ്ഞു തന്നു മാത്രം. അപ്പോൾ ഇത് ലോ ഫ്രീക്വൻസി സൈഡാണ്, ഇത് ഹൈ ഫ്രീക്വൻസി സൈഡ്, ഇത് ലോ ഫ്രീക്വൻസി സൈഡ്, ഇത് മിഡ് ഫ്രീക്വൻസി സൈഡ്. ഓക്കെ, അപ്പോൾ അറ്റ് ലോ ഫ്രീക്വൻസീസ് വാട്ട് ഹാപ്പൻസ് ഈസ്, അറ്റ് ലോ ഫ്രീക്വൻസീസ് ദ വോൾട്ടേജ് ഗെയിൻ ഡിക്രീസ്. അത് ഉറപ്പാണല്ലോ, വോൾട്ടേജ് ഗെയിൻ ഡിക്രീസ് ആണ്. കാരണങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ലോ ഫ്രീക്വൻസിയിൽ നിങ്ങൾ വോൾട്ടേജ് ഗെയിൻ ഡിക്രീസ് ചെയ്യുന്നു ഡ്യൂ ടു ദ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ്. ക്ലിയർ ആയിട്ട് നോട്ട് ചെയ്തോ, ചോദ്യം നമ്പർ 1 ആണിത്. ഓക്കെ, ലോ ഫ്രീക്വൻസിയിൽ നിങ്ങളുടെ വോൾട്ടേജ് ഗെയിൻ കുറയാനുള്ള കാരണക്കാരാണെന്ന് ചോദിച്ചാൽ കപ്ലിംഗ് ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റേഴ്സ്. ഒരുപാട് ഒബ്ജക്റ്റീവ്സിൽ കണ്ട ക്വസ്റ്റ്യൻ ആണ്. സിമിലർലി അറ്റ് ഹൈ ഫ്രീക്വൻസീസ് നിങ്ങളുടെ വോൾട്ടേജ് ഗെയിൻ ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതും 2 കപ്പാസിറ്റൻസസിൻ്റെ കാരണക്കാരാണ്. അതാണ് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസുകളും അതുപോലെ സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസ്. ഈ 2 കാരണങ്ങൾ കൊണ്ടാണ് ഇത് 2 കുറയുന്നത്. അപ്പോൾ അറ്റ് ലോ ഏതൊക്കെയാണ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അറ്റ് ലോ ഫ്രീക്വൻസീസ് നിങ്ങൾ CB എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ലോ ഫ്രീക്വൻസീസിൽ വോൾട്ടേജ് ഗെയിൻ കുറയാനുള്ള കാരണം കപ്ലിംഗ് കപ്പാസിറ്ററും ബൈപ്പാസ് കപ്പാസിറ്ററും. CB എന്ന് ഓർത്താൽ നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം ഏതാണെന്ന് ഓർത്താൽ മതി. ഇപ്പോൾ കപ്ലിങ്ങും അതുപോലെ ബൈപ്പാസ് കപ്പാസിറ്ററുകളും. അതുപോലെ തന്നെ നമ്മുടെ ഹൈ ഫ്രീക്വൻസീസിൽ ഏതൊക്കെയാണ്, നിങ്ങൾ IS എന്ന് ഓർത്താൽ മതി. IS ആരാണ്, ഒന്ന് ഇൻറ്റേർണൽ കപ്പാസിറ്റൻസും അതുപോലെ സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസും. ഓക്കെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ ഇത് ചോദിക്കുന്നുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചു കണ്ടതാണ്. ഓക്കെ, കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും, എന്നാലും നിങ്ങൾ പഠിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻറ്റേർണൽ കപ്പാസിറ്റൻസും അതുപോലെ സ്ട്രേ വയറിംഗ് കപ്പാസിറ്റൻസ് ചോദിച്ച് കണ്ടുകൊണ്ടാണ് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ്, ആൻഡ് AC ആംപ്ലിഫയർ ഹാസ് എ ലോവർ ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അത് നമ്മൾ കണ്ടു അല്ലേ, ലോവർ ഫ്രീക്വൻസിയാണ് F1 എന്നും ഇത് F2 എന്നും പറഞ്ഞു അല്ലേ. ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി F1, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി F2. DC ആംപ്ലിഫയർ ഹാസ് ഓൺലി ആൻ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. DC ആംപ്ലിഫയർ ആണെങ്കിൽ ഏത് മാത്രമേ ഉണ്ടാവുള്ളൂ, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, പിന്നെ ഒരു പോയിന്റ് കണ്ടു, the frequencies at which the gain drops to 70.7%. അപ്പോൾ ഗെയിൻ നിങ്ങളുടെ 70.7% കുറയുന്ന ഒരു സ്ഥലം കണ്ടു.
അല്ലേ? നിങ്ങളുടെ മിഡ് വാല്യൂവിൽ 70.7% കുറയുന്ന ഒരു സ്ഥലം കണ്ടു. അതിനെ വിളിക്കുന്ന പേരാണ് കട്ട് ഓഫ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കോർണർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബാൻഡ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ബ്രേക്ക്, അല്ലെങ്കിൽ ഹാഫ് പവർ ഫ്രീക്വൻസി, അങ്ങനെ പല പേരുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വിളിക്കാം. ഓക്കെ, അവിടെ ഗെയിൻ എത്രയാണെന്ന് മാത്രം ഓർത്താൽ മതി, 70.7% ആണെന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്, നിങ്ങളുടെ ബാൻഡ് വിഡ്ത്ത് ഡിറ്റർമൈൻ ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. കപ്പാസിറ്റീവ് എലമെൻറ്റ്സ് ഓഫ് എ നെറ്റ്വർക്ക് ഡിറ്റർമൈൻ ദ ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിസ്റ്റം. ബാൻഡ് വിഡ്ത്ത് ഓഫ് ദ സിസ്റ്റം ഡിറ്റർമൈൻ ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതാണ്? കപ്പാസിറ്റീവ് സിസ്റ്റമാണ് മെയിൻലി ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ദ ലാർജർ കപ്പാസിറ്റീവ് എലമെൻറ്റ്സ് ഓഫ് ദ ബേസിക് ഡിസൈൻ ഡിറ്റർമൈൻ ദ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, വേറാസ് ദ സ്മോളർ പാരാസിറ്റിക് കപ്പാസിറ്റേഴ്സ് ഡിറ്റർമൈൻ ദ ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഓക്കെ, ഇതിൽ തന്നെ രണ്ട് കപ്പാസിറ്റീവ് എലമെൻറ്റ്സ് രണ്ട് കട്ട് ഓഫ് ഫ്രീക്വൻസിയെ ഡിറ്റർമൈൻ ചെയ്യുന്നു. ചോദിക്കാം ഏതൊക്കെയാണ്? ലാർജർ കപ്പാസിറ്റീവ് എലമെൻറ്റ്സ് ഏത് ഫ്രീക്വൻസിയെ ഡിറ്റർമൈൻ ചെയ്യുന്നു? ലാർജ് കപ്പാസിറ്റീവ് എലമെൻറ്റ്സ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും, സ്മോളർ പാരാസിറ്റിക് ചെറിയ കപ്പാസിറ്റേഴ്സ് ഏതിനും ഡിറ്റർമൈൻ ചെയ്യുന്നു? ഹയർ കട്ട് ഓഫ് ഫ്രീക്വൻസിയും ഡിറ്റർമൈൻ ചെയ്യുന്നു. ഓക്കെ, ഇതും വേണമെങ്കിൽ എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പോൾ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്. നെക്സ്റ്റ്, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. എന്താണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എ ട്രാൻസിസ്റ്റർ കണ്ടെയ്നിങ് മോർ ദാൻ വൺ സ്റ്റേജ് ഓഫ് ആംപ്ലിഫിക്കേഷൻ. ഒരു സ്റ്റേജിന് മുകളിലുള്ള ആംപ്ലിഫിക്കേഷനാണ് നമ്മൾ എന്ത് പറയുക, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് വിളിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ്, സിംഗിൾ സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രാക്ടിക്കൽ ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് അതെന്തായിരിക്കും, മൾട്ടി സ്റ്റേജ് ആയിരിക്കും. ഒരു പ്രാക്ടിക്കൽ ആംപ്ലിഫയർ എന്ന് മൾട്ടി സ്റ്റേജ് തന്നെയായിരിക്കും കൂടുതലുണ്ടാവുക. കാരണം ഒരുപാട് സ്റ്റേജിൽ നമുക്ക് അച്ചീവ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ മൾട്ടി സ്റ്റേജ് തന്നെയായിരിക്കും കൂടുതലും കാണാറ്. അപ്പോൾ ഇൻ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ദ ഔട്ട്പുട്ട് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഈസ് കമ്പൈൻഡ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ് ത്രൂ എ കപ്ലിംഗ് ഡിവൈസ്. ഓക്കെ, മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് നെക്സ്റ്റ് സ്റ്റേജുമായിട്ട് കമ്പൈൻ ചെയ്യുവാണ്. ആ കമ്പൈൻ ചെയ്യുന്ന ആ ഡിവൈസിനെ വിളിക്കുന്ന പേരാണത് കപ്ലിംഗ് ഡിവൈസ്. ഈ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് കാസ്കേഡിംഗ്. ക്ലിയർ? അപ്പോൾ ഈ കപ്ലിംഗ് ഡിവൈസിൻ്റെ പർപ്പസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ കപ്ലിംഗ് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ദ AC ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ടു ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ്. AC ഔട്ട്പുട്ട്, ഒരു സ്റ്റേജിലെ ഔട്ട്പുട്ടിനെ മറ്റേ സ്റ്റേജിന് ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സാധനമാണ് ആര്, കപ്ലിംഗ് ഡിവൈസ്. അതുപോലെ ഒരു പർപ്പസും കൂടി, ബ്ലോക്ക് ദ DC ടു പാസ് ഫ്രം വൺ സ്റ്റേജ് ടു നെക്സ്റ്റ്. DC എന്ത് ചെയ്യുന്നു, പാസ് ചെയ്യുന്നതിൽ നിന്നും റെസ്ട്രിക്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്യുന്നു. അതിനും ആര് സഹായിക്കുന്നുണ്ട്, നമ്മളെ കപ്ലിംഗ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ദാറ്റ് ഈസ് ടു ഐസൊലേറ്റ് ദ DC കണ്ടീഷൻസ്. ഓക്കെ, DC കണ്ടീഷൻസിനെ ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നും പറയാം. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് കപ്ലിംഗ് ഡിവൈസ് പെർഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹെൽപ്പിംഗ് ഫോർ ദ ട്രാൻസ്ഫറിങ് ഓഫ് യുവർ AC ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ടു ദ ഇൻപുട്ട് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ്, ആൻഡ് ഓൾസോ ഇറ്റ് ബ്ലോക്സ് ദ DC ടു പാസ് ഫ്രം വൺ സ്റ്റേജ് ടു ദ നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ അത്രയും പ്രോസസ്സുകൾ അതിൽ ഓർത്ത് വയ്ക്കുക. നെക്സ്റ്റ്, ദ ആംപ്ലിഫയറെ നെയിം ചെയ്യുന്നത്. ഓക്കെ, ദ ആംപ്ലിഫയർ ഈസ് നെയിംഡ് അക്കോർഡിംഗ് ടു ദ ടൈപ്പ് ഓഫ് കപ്ലിംഗ് എംപ്ലോയിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഏതൊക്കെ ടൈപ്പ് ആംപ്ലിഫയർ ഉള്ളത്? നമ്മൾ പറഞ്ഞു ഈ നമ്മുടെ RC കപ്പിൾഡ് ആംപ്ലിഫയർ, നമ്മുടെ ട്രാൻസ്ഫോമർ കപ്പിൾഡ്, ഡയറക്റ്റ് കപ്പിൾഡ് അല്ലേ. ഈ മൂന്നെണ്ണമാണ് നമ്മൾ ഈ സെക്ഷനിൽ ഡിസ്കസ് ചെയ്യുക മെയിൻലി. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നും ചെറിയൊരു ബ്രീഫിങ് ആദ്യത്തെ നടത്താം. ഒന്നാമത്തത്, ഇൻ RC കപ്ലിങ് നമ്മളെ കപ്ലിംഗ് ഡിവൈസായിട്ട് നമ്മളൊരു റെസിസ്റ്ററും ഒരു കപ്പാസിറ്ററും ഉണ്ടാവും. ഓക്കെ, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ ഈസ് യൂസ്ഡ് ആസ് എ കപ്ലിംഗ് ഡിവൈസ്. ദ കപ്പാസിറ്റർ കണക്ട്സ് ദ ഔട്ട്പുട്ട് ഓഫ് വൺ സ്റ്റേജ് ടു ദ ഇൻപുട്ട് ഓഫ് നെക്സ്റ്റ് സ്റ്റേജ് ടു പാസ് ദ AC സിഗ്നൽ ആൻഡ് ടു ബ്ലോക്ക് ദ DC ബയാസ് വോൾട്ടേജ്. അപ്പോൾ ഇതിലെ കപ്ലിംഗ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരാണ്? ഒരു കപ്പാസിറ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു കപ്പാസിറ്റർ വിൽ ബി കണക്ടിങ് ദ, അപ്പോൾ ഇതിൽ കപ്പാസിറ്റർ കണക്ട്സ് ദ ഒരു സ്റ്റേജിലെ ഔട്ട്പുട്ടിന് നെക്സ്റ്റ് സ്റ്റേജിലെ ഇൻപുട്ട്. ഇതാണ് നമ്മൾ കപ്ലിങ്ങിൻ്റെ ഫസ്റ്റ് പർപ്പസ്. എന്ത്? കണക്ഷൻ, ഔട്ട്പുട്ടിൽ നിന്ന് ഇൻപുട്ടിലേക്കുള്ള കണക്ഷൻ. അപ്പോൾ കണക്ഷൻ ചെയ്യുന്ന ഡിവൈസ് ആരാണ്? ഇവിടെ ഒരു കപ്പാസിറ്ററാണ്. അതുപോലെ AC സിഗ്നൽ പാസ് ചെയ്യും, അതുപോലെ ആരെ ബ്ലോക്ക് ചെയ്യും? DCനെ ബ്ലോക്ക് ചെയ്യും. അതും ഒരു കപ്ലിങ്ങിൻ്റെ ഫംഗ്ഷൻ ആയിരുന്നു. അത് നമ്മൾ RC കപ്ലിങ്ങിൽ ആരാണ് ചെയ്യുന്നത്? ഒരു കപ്പാസിറ്ററാണ് ചെയ്യുന്നത്. ഓക്കെ, ദ ആംപ്ലിഫയർ യൂസിങ് ദിസ് RC കപ്ലിംഗ് ഈസ് കോൾഡ് ആസ് ദ RC കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ഇവിടുത്തെ പോയിന്റ് കപ്പാസിറ്റർ, ദ കപ്ലിംഗ് ഡിവൈസ് ഈസ് എ കപ്പാസിറ്റർ. ക്ലിയർ? നെക്സ്റ്റ്, അടുത്ത ട്രാൻസ്ഫോമർ ആണ്. ഇൻ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൽ ആരാണ് ഒരു കപ്ലിംഗ് ഡിവൈസ് ആക്ട് ചെയ്യുന്നത്? ഒരു ട്രാൻസ്ഫോമർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ കപ്ലിംഗ് ഡിവൈസായിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ദ ആംപ്ലിഫയർ യൂസിങ് ദിസ് ട്രാൻസ്ഫോമർ കപ്ലിംഗ് ഈസ് കോൾഡ് ട്രാൻസ്ഫോമർ കപ്പിൾഡ് ആംപ്ലിഫയർ. അപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോമർ നേരത്തെ ആരായിരുന്നു? RC കപ്പിൾഡ് ഒരു കപ്പാസിറ്റർ ആയിരുന്നു. ഓക്കെ,
ഇൻ ദിസ് കേസ് ദർ ഈസ് നോ നീഡ് ഓഫ് യൂസിങ് എ കപ്ലിംഗ് കപ്പാസിറ്റർ. ഇവിടെ ഒരു കപ്ലിംഗ് കപ്പാസിറ്ററിൻ്റെ ആവശ്യമില്ല. കാരണം the secondary of the coupling capacitor conveys the AC component directly to the base of the second stage. നമുക്കറിയാം ട്രാൻസ്ഫോമറിൽ പ്രൈമറി ഉണ്ടാവും, സെക്കൻഡറി ഉണ്ടാവും, ശരിയല്ലേ? അപ്പോൾ ഈ കപ്ലിംഗ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഇവിടുന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിൽ, നമ്മൾ ഫസ്റ്റ് സ്റ്റേജിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഡയറക്റ്റ്ലി രണ്ടാമത്തെ സ്റ്റേജിൽ ബേസിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ കപ്ലിംഗ് കപ്ലിംഗ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി തന്നെയാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്, ഇവിടെ ഒരു കപ്ലിംഗ് ഡിവൈസായിട്ട് ആക്ട് ചെയ്യുന്നത്. ഓൾസോ ദ സെക്കൻഡറി വൈൻഡിങ് പ്രൊവൈഡ്സ് ദ ബേസ് റിട്ടേൺ പാത്ത്. ഒരു ബേസ് റിട്ടേൺ പാത്തും പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യുവർ ബേസ് റെസിസ്റ്റൻസ് ഈസ് നോട്ട് റിക്വയർഡ്. ഓക്കെ, അതൊരു അഡീഷണൽ പോയിൻ്റാണ് നമ്മൾ വരുന്ന സമയത്ത് നോക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കണം, നമ്മൾ കപ്ലിംഗ് ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി തന്നെയാണ് നമ്മൾ കപ്ലിംഗ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇൻ ഡയറക്റ്റ് കപ്ലിംഗ്. ഡയറക്റ്റ് കപ്ലിംഗിൽ എന്താ സംഭവിക്കുന്നത്? ഇൻ ഡയറക്റ്റ് കപ്ലിംഗ് ദ ഇൻഡിവിജ്വൽ ആംപ്ലിഫയർ സ്റ്റേജ് ബയാസ് കണ്ടീഷൻസ് ആർ സോ ഡിസൈൻഡ് ദാറ്റ് ദ two stages may be directly connected without the necessity of DC isolation. അത് നമ്മൾ DC ഐസൊലേഷൻ എന്ന് വെച്ചാൽ കപ്ലിംഗ് ഡിവൈസിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഇങ്ങനെയാണ്. എങ്ങനെ? രണ്ട് സ്റ്റേജും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആക്കാൻ വിധത്തിൽ, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി കപ്പിൾ ചെയ്യുന്ന വിധത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് കപ്ലിംഗ് ആണ്. Okay, this coupling is used where it is desirable to connect the load directly in series with the output terminal of the active circuit element. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൻ്റെ ലോഡ് ഡയറക്റ്റ്ലി മറ്റതിൻ്റെ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നു, സീരീസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുവാണ്, കണക്ട് ചെയ്യുവാണ്. നമ്മൾ അടുത്ത ആക്റ്റീവ് സർക്യൂട്ട് എലമെൻറ്റിലേക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, ഡയറക്റ്റ്. അപ്പോൾ ഡയറക്റ്റ് ആണെന്ന് ഓർത്താൽ മതി. ഓക്കെ, ആണ് ഇതിൻ്റെ ഇടയിൽ വേറെ കപ്ലിംഗ് ഡിവൈസ് ഒന്നും വരുന്നില്ല. നമ്മൾ ട്രാൻസ്ഫോമർ കപ്ലിങ്ങിൽ ട്രാൻസ്ഫോമർ ആയിരുന്നു കപ്ലിങ്, RC കപ്ലിങ്ങിൽ ആരായിരുന്നു, കപ്പാസിറ്റർ ആയിരുന്നു കപ്ലിംഗ് ഡിവൈസ്. അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല, ഇവിടെ ഡയറക്റ്റ് കണക്റ്റഡ് ആണ്. ഓക്കെ, സോ ദിസ് കപ്ലിംഗ് ഈസ് യൂസ്ഡ് വേർ ഇറ്റ് ഈസ് ഡിസയറബിൾ ടു കണക്ട് ദ ലോഡ് ഡയറക്ട്ലി ഇൻ സീരീസ് വിത്ത് ദ ഔട്ട്പുട്ട് ടെർമിനൽ ഓഫ് ദ ആക്റ്റീവ് സർക്യൂട്ട് എലമെൻറ്റ്. ഓക്കെ, ഇതിൻ്റെ ഒരു എക്സാമ്പിൾസ് ആണ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ഹെഡ്ഫോൺസ്, അതുപോലെ നമ്മൾ ലൗഡ് സ്പീക്കേഴ്സ്, ഇങ്ങനത്തെ കാര്യത്തിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈപ്പിനാണെന്ന് പറയുക ഡയറക്റ്റ് കപ്പിൾഡ് ആംപ്ലിഫയർ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് ഒരു ബ്രീഫിംഗ്. നമ്മുടെ ഈ 3 കപ്ലിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബ്രീഫിംഗ് ആണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത്രയും നേരം പറഞ്ഞത്. ഓക്കെ, ഇനി ഇതിലൊക്കെ കൂടി ഏറ്റവും മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് അല്ലെങ്കിൽ കോമൺലി യൂസ്ഡ് കപ്ലിംഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് RC കപ്ലിംഗ്. Okay, RC coupling is the most commonly used coupling between the two stages of a cascader or a multi-stage amplifier because it is cheaper ആണ്, അതുപോലെ it is very compact and it provides, ഇതാണ് മെയിൻ പോയിന്റ്, excellent frequency response. ഫ്രീക്വൻസി റെസ്പോൺസ് ഭയങ്കര കൂടുതലായതുകൊണ്ടാണ് നമ്മൾ ഏതിനെ പ്രിഫർ ചെയ്യുന്നത്, കൂടുതൽ RC കപ്ലിങ്ങിനെ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ കാസ്കേഡിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്ന മോസ്റ്റ് സ്യൂട്ടബിൾ ട്രാൻസിസ്റ്ററിൻ്റെ കോൺഫിഗറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് യുവർ CE കോൺഫിഗറേഷൻ. CE കോൺഫിഗറേഷനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കും? നമ്മുടെ CE കോൺഫിഗറേഷൻ നമ്മുടെ വോൾട്ടേജ് ഗെയിൻ എന്താണ്, ഗ്രേറ്റർ ദാൻ യൂണിറ്റി ആണ് അല്ലേ? പക്ഷെ നമ്മളെ CCയിലോ വോൾട്ടേജ് ഗെയിൻ ലെസ് ദാൻ യൂണിറ്റി ആണ് അല്ലേ? അതുപോലെ തന്നെ നമ്മളെ CB കോൺഫിഗറേഷൻ കാസ്കേഡിംഗ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെയും ലെസ് ദാൻ യൂണിറ്റി തന്നെയാണ് വരിക. ഓക്കെ, കാസ്കേഡിംഗ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ. ഓക്കെ, നമുക്കറിയാം സിംഗിൾ സ്റ്റേജ് ആണെങ്കിൽ മോർ ദാൻ യൂണിറ്റി ആണെന്നറിയാം. പക്ഷേ നമ്മുടെ ഓവറോൾ ഗെയിൻ, നമ്മളൊരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ ഓവറോൾ ഗെയിൻ ആയിട്ട് എടുക്കുമ്പോൾ നമ്മുടെ CB കോൺഫിഗറേഷനിൽ ആക്ച്വലി ഓവറോൾ വോൾട്ടേജ് ഗെയിൻ എന്താണ്, കുറവാണ്. ഓക്കെ, അതായത് ഇറ്റ് വിൽ ബി ഓൾമോസ്റ്റ് ഈക്വൽ ടു ദ വോൾട്ടേജ് ഗെയിൻ ഓഫ് ദ ലാസ്റ്റ് സ്റ്റേജിൻ്റെ വോൾട്ടേജ് ഗെയിൻ പോലെ വരുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഏതിൽ പ്രിഫർ ചെയ്യുന്നത്, കൂടുതലായിട്ട് ഇവിടെ CE കോൺഫിഗറേഷനാണ് നമ്മൾ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ആ ഒരു പോയിന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. സോ മോസ്റ്റ് കോമൺലി കോൺഫിഗറേഡ് ഈസ് യുവർ CE കോൺഫിഗറേഷൻ എന്ന് ഓർത്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഈ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഹെഡിങ് ആണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. ഓക്കെ, അപ്പോൾ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൽ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ
മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിലാണ് നമ്മൾ പറഞ്ഞത് ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നത് നെക്സ്റ്റ് സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് കമ്പൈൻ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞത് ശരിയല്ലേ. അപ്പം അത് ജസ്റ്റ് ഒരു ചെറിയ റെപ്രസെൻറ്റേഷൻ പോലെ വരയ്ക്കുവാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ ഇതാണ് നിങ്ങളുടെ ആംപ്ലിഫയർ A1. ഓക്കെ, അപ്പോൾ ഇതിന് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് നിങ്ങളുടെ എന്ത് VS. ഓക്കെ, ഇവിടുത്തെ ഉള്ള വോൾട്ടേജ് ആണ് ഇൻപുട്ട് വോൾട്ടേജ് ആണ് നിങ്ങളുടെ V1 അല്ലെങ്കിൽ V ഇൻപുട്ട് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടാണ് V1. ഓക്കെ, നേരത്തെ ഇൻപുട്ട് Vന് ഇവിടുത്തെ ഔട്ട്പുട്ടാണ് എന്ത് V1. അതുപോലെ ഇത് ഇറ്റ് ഈസ് കാസ്കേഡഡ് ടു യുവർ അടുത്ത ആംപ്ലിഫയർ അതാണ് A2. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് V2. ക്ലിയർ. അപ്പോൾ അതിങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ അടുത്ത ഇതെന്ന് വെച്ചാൽ ഇറ്റ് വിൽ ബി Vn-1 അല്ലേ. അതുപോലെ അപ് ടു ഏത് വരെ AN വരെ, ഇത് ഇൻപുട്ട് N-1 ആയിരിക്കും, ഇത് AN വരെ. അപ്പോൾ ഇവിടുത്തെ ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റർ RL ഉണ്ടാവും, ഇവിടെ പ്ലസ് ഓർ മൈനസ് യു വിൽ ബി ഹാവിങ് എ VN ഉണ്ടാവും അല്ലേ, വോൾട്ടേജ് VN. ഇവിടുത്തെ ഇതെന്തായിരിക്കും, ഇറ്റ് വിൽ ബി V ഔട്ട് അല്ലേ, ഇറ്റ് വിൽ ബി V ഔട്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു സ്കീമാറ്റിക്കിൽ നമ്മൾ പറയുവാണെങ്കിൽ നിങ്ങൾ എല്ലാം ശ്രദ്ധിക്കുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് മേക്സ് ദ ഇൻപുട്ട് ഫോർ യുവർ സെക്കൻഡ് സ്റ്റേജ് അല്ലേ. ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് സെക്കൻഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ട് ശരിയല്ല. അതുപോലെ തന്നെ സെക്കൻഡ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മുടെ തേർഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ട്. അങ്ങനെ പോകുമ്പോൾ nth സ്റ്റേജിൻ്റെ ഇൻപുട്ടാണ് നിങ്ങളുടെ അതിന് മുന്നേയുള്ള സ്റ്റേജ്, അതായത് Vn-1 സ്റ്റേജിലെ ഔട്ട്പുട്ട്. ഓക്കെ, അപ്പം VS എന്ന് പറയുന്ന സാധനം ഇൻപുട്ട് ഓഫ് ദ ഫസ്റ്റ് സ്റ്റേജ് ആണ് അല്ലേ. V ഔട്ട് എന്ന് പറയുന്ന സാധനം എന്താ, ഔട്ട്പുട്ട് ഓഫ് യുവർ ലാസ്റ്റ് സ്റ്റേജ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഇതുപോലെ വരക്കുവാണെങ്കിൽ, നമ്മൾ ജസ്റ്റ് ഒന്നൊരു പ്രൂഫ് പോലെ എഴുതുവാണെങ്കിൽ നിങ്ങളുടെ ഫസ്റ്റ് സ്റ്റേജിന് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ Vin ആണ്. അത് തന്നെയാണ് എന്ത് നിങ്ങളുടെ സപ്ലൈ വോൾട്ടേജ് VS ശരിയല്ലേ. ഈ ഫസ്റ്റ് സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടാണ് എന്ത് V1, ഇതാണ് ഔട്ട്പുട്ട് അല്ലേ. ആ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞതായിരിക്കും ഈ ഗെയിൻ, ആംപ്ലിഫയറിൻ്റെ ഗെയിൻ അതെന്താണ് AV1 അല്ലേ. വോൾട്ടേജ് ഗെയിൻ ഓഫ് ഫസ്റ്റ് ആംപ്ലിഫയർ ആണ് AV1 എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെൻറ്റ്. അപ്പോൾ AV1 × Vin ശരിയാണല്ലോ. സിമിലർലി അല്ലെങ്കിൽ അപ്പോൾ ഇത് രണ്ട് തരത്തിൽ പറയാം. എങ്ങനെ, ഈ V1 എന്ന് പറഞ്ഞ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് എന്താ, ഔട്ട്പുട്ട് ഓഫ് യുവർ ഫസ്റ്റ് സ്റ്റേജ് ഓർ ഇൻപുട്ട് ഓഫ് യുവർ സെക്കൻഡ് സ്റ്റേജ് ശരിയല്ലേ, അതാണിത്. ഓക്കെ, സിമിലർലി V2 എന്ന് പറയുന്നതോ ഔട്ട്പുട്ട് ഓഫ് യുവർ സെക്കൻഡ് സ്റ്റേജ് ആൻഡ് ഇൻപുട്ട് ഓഫ് യുവർ തേർഡ് സ്റ്റേജ്. ഓക്കെ, അതെന്തായിരിക്കും AV2 × V1 ശരിയല്ലേ. അങ്ങനെ നമ്മൾ nth എടുക്കുമ്പോൾ V ഔട്ട് എന്താ വരിക, ഇറ്റ് വിൽ ബി Vn അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു A × Vn × V of n-1 ശരിയല്ലേ. Vn എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് ഗെയിൻ ഓഫ് യുവർ ലാസ്റ്റ് സ്റ്റേജ്. അപ്പോൾ ഓവറോൾ വോൾട്ടേജ് ഗെയിൻ നോക്കുമ്പോൾ ഇറ്റ് വിൽ ബി എന്താണ്, V ഔട്ട് ഡിവൈഡഡ് ബൈ VS അല്ലേ ശരിയല്ലേ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് എന്താണ് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുവാണെങ്കിൽ എങ്ങനെ വരും, V1/VS × V2/V1 × V3/V2 × ഇങ്ങനെ പോയി ഇറ്റ് വിൽ ബി Vn-1 ഡിവൈഡഡ് ബൈ Vn-2 × Vn ഡിവൈഡഡ് ബൈ Vn-1 ഇങ്ങനെയല്ലേ വരിക. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഇതെല്ലാം കട്ടായി പോകും. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നും ഇത് നോക്കുമ്പോൾ ഇതെന്താ സാധനം, ഇതെന്ത് സാധനം, ദിസ് വിൽ ബി യുവർ ഗെയിൻ AV1 ശരിയല്ലേ. അപ്പോൾ AV1 × AV2 × AV3 × ഇങ്ങനെ പോയി Vn-1 × AVn. അതായത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ദ ഗെയിൻ ഓഫ് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ, ദ ഗെയിൻ ഓഫ് യുവർ മൾട്ടി സ്റ്റേജ് amplifier is equal to the product of gain of individual stages ശരിയല്ലേ. ഓരോ സ്റ്റേജിൻ്റെയും പ്രൊഡക്റ്റ് ആണ് നിങ്ങളുടെ ഓവറോൾ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ടോട്ടൽ ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇറ്റ് വിൽ ബി A is equal to നമ്മുടെ AV1 × AV2 × AV3 up to AVn-1 × AVn ശരിയാണല്ലോ. അപ്പോൾ പ്രാക്ടിക്കലി നോക്കുവാണെങ്കിൽ എന്താ സംഭവിക്കുമെന്ന് വെച്ചാൽ കുറച്ച് ലോഡിങ് എഫക്ട്സ് ഉണ്ടാവും നമ്മുടെ ഈ സ്റ്റേജസിൽ കുറച്ച് എന്താവും ലോഡിങ് എഫക്ട്സ് ഉണ്ടാവും. അപ്പോൾ ഡ്യൂ ടു സം ലോഡിങ് എഫക്ട്സ് ഇൻ ദിസ് ഫോളോയിങ് സ്റ്റേജസ് വാട്ട് ഹാപ്പൻസ് ഈസ് യുവർ ടോട്ടൽ ഗെയിൻ A ഈസ് ലെസ് ദാൻ ദിസ് പ്രൊഡക്റ്റ്. ഓക്കെ, എപ്പോഴും ഈ ഒരു പ്രൊഡക്റ്റില്ലേ, ഈ ഒരു പ്രൊഡക്റ്റിനെക്കാട്ടിയും കുറവായിരിക്കും ഈ ഗെയിൻ എപ്പോഴും ഉണ്ടാവുക.
ഓക്കെ. സോ യുവർ ടോട്ടൽ ഗെയിൻ എ ഈസ് ലെസ് ദാൻ ടു യുവർ പ്രൊഡക്റ്റ്. ഇതിൻ്റെ കാരണമാണ് ഡ്യൂ ടു സം ലോഡിങ് എഫക്ട്സ്. ഓക്കെ. ഇനി നമ്മളിതിനെ ഡെസിബിൾ റെപ്രസെൻ്റ് ചെയ്യുമെങ്കിൽ നിങ്ങൾ എങ്ങനെ വരും? ഇറ്റ് വിൽ ബി 20 log 10 to the base AV ഈക്വൽ ടു 20 log 10 to the base AV1 അങ്ങനെ പോകും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ മെയിനായിട്ട് ഓർക്കേണ്ട ഒരു പോയിന്റ്. ക്ലിയർ? അപ്പോൾ ടോട്ടൽ ഗെയിൻ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ യുവർ പ്രൊഡക്റ്റ് ഓഫ് യുവർ ഓവറോൾ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വോൾട്ടേജ് ഗെയിൻസ്. ഓക്കെ. അപ്പം ഇതാണ് നമ്മുടെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ പർപ്പസ്. ദിസ് ഈസ് വാട്ട് എ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ ബിഹേവ്സ് ലൈക്ക്. ഓക്കെ. ഇങ്ങനെയാണ് ഒരു മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ത് ചെയ്യുന്നത്? ബിഹേവ് ചെയ്യുന്നത്. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്. ബാക്കി ഇനി ഉള്ള പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യും? നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം. അത് കഴിഞ്ഞിട്ടൊരു ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്, കപ്ലിംഗ് ആംപ്ലിഫയറിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് പറയാനുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ആംപ്ലിഫയർ സ്റ്റേജുകളിൽ ഓരോ ആംപ്ലിഫയേഴ്സിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഓക്കെ. ദെൻ വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഓക്കെ. ദെൻ താങ്ക് യു.